നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാം കൂടെ ഒരു താല്പര്യപ്രകാരമുള്ളൊരു വീഡിയോ ആയിട്ടോ. കാരണം അവർക്കെല്ലാം ഈ നിലത്ത് കള്ള് കൊണ്ടുവന്ന് കഴിഞ്ഞേച്ച് എടുക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. ഈ പനയുടെ മേളിൽ എന്താണ് അല്ലെങ്കിൽ ചെത്തുന്നത് എങ്ങനെയാണ് കള്ളെടുക്കുന്നത് എന്നൊക്കെ കാണണമെന്നൊരു താല്പര്യം പറഞ്ഞിരുന്നു. കുറച്ചാൾക്ക് നേരിലായിട്ടോ, കമൻറ്റിൽ 1-2 പേരെ അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ എന്നല്ല, വീഡിയോ എടുക്കാനുള്ള ഒരു ശ്രമമാണ്. എന്തായാലും പനയുടെ മുകളിലേക്ക് ഇത് ഈ പന ഒരു 10-60 അടിയോളം ഉയരമുള്ള കേട്ടോ. 60 അടി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്ര ഉയരമുള്ള പനയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മൾ ചെത്തുന്ന ഒരു പന. ഇതൊരു 10-60-70 അടി ഉയരം ഉണ്ടാകും കേട്ടോ. അതിന് മേളിൽ പ്ലാസ്റ്റിക് കുടം കാണാൻ പറ്റുമായിരിക്കും അല്ലേ. ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ മുകളിൽ ചെന്ന് ശേഷം ബാക്കി എടുക്കാം. ഇത് കയറൊക്കെ കിടക്കുന്ന കള്ളറക്കാനായിട്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഇത് ഏണി GI പൈപ്പിൻ്റെ ഏണിയാണല്ലോ. GI പൈപ്പ് എല്ലാം ആംഗിളാണൊക്കെ വെച്ച് വെല്ല് ചെയ്തിരിക്കുന്ന ഏണിയാണ്. നല്ലതാണ് കേട്ടോ. പണ്ട് ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടായിട്ടൊരു 10 വർഷത്തിന് ആയതേ ഉള്ളൂ കേട്ടോ. അന്നും മുളയേണിയായിരുന്നു. അന്നൊക്കെ പറമ്പിൽ കൂടെയും നാട്ടുകാരുടെ പറമ്പിൽ കൂടെയൊക്കെ ഏണി ഉണ്ടായിരുന്നു. നമ്മൾ വെട്ടുകയും വാങ്ങിക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കാട്ടിപ്പോയി ഏണി വെട്ടിക്കൊണ്ട് വരാനൊക്കെ തുടങ്ങി. നാട്ടില്ലെന്നായി കഴിഞ്ഞപ്പോൾ അത് നടക്കത്തില്ല, കാട്ടിലോട്ട് കയറാൻ മേലത്തില്ലാത്ത അവസ്ഥയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തരൊക്കെ ഈ ലൈത്തിലൊക്കെയുള്ള ഓരോരുത്തരൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് തയ്യാറാക്കി തരുന്നതാണ് കേട്ടോ. എന്തായാലും നല്ല ഇതാണ് കേട്ടോ. മഴയാണേലും വെയിലാണേലും ഒക്കെ മറ്റേ ഏണിയേക്കായാലൊക്കെ എപ്പോഴും സേഫാണ് കേട്ടോ. നല്ല സെറ്റപ്പാണ് സംഭവങ്ങൾ. അത്യാവശ്യം പേടിക്കാതെ ഒക്കെ കയറാം. മറ്റ് പഴയ ഏണികളിലൊക്കെ എന്ന് പറഞ്ഞാൽ മുളയേണിയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പടരുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. സ്ഥിരം എന്ന് പറഞ്ഞാൽ മഴക്കാലമായി കഴിയുമ്പോൾ എപ്പോഴും നനഞ്ഞ് തന്നെ ഇരിക്കുന്നതല്ലേ. അത് കെട്ടി വെച്ചേക്കുന്നില്ല, എടുത്തുകൊണ്ട് നമ്മൾ പോകുന്നില്ലേ, ഇരുന്ന് നനയല്ലേ. അങ്ങനെ ആയിരുന്നു അതിൻ്റെ കാര്യം. ശരി സുഹൃത്തുക്കളെ, എന്നാൽ മുകളിൽ കയറി നോക്കിയിട്ട് ഇനി ബാക്കി പറയാം. ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ പനയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഭൂതല സംരക്ഷണം അവസാനിപ്പിക്കും കേട്ടോ. ഇനി ഉപരിതല സംരക്ഷണമാണ്. നമുക്ക് ഈ കൊല ഒന്ന് ചെത്തി അതിൻ്റെ കള്ള് എടുത്തേക്കാം. ഇതിൻ്റെ അപ്പുറം ഇതിൻ്റെ ഒരു കൊലയും കൂടെ ഉണ്ട്. ഇതിന് ശേഷം അതുകൂടെ ചെത്താം. അപ്പോൾ ആദ്യമേ ഇത് എത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യാം. കറുത്ത ഉറുമ്പുകൾ ഒത്തിരി എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കൂനനുറുമ്പ്. ഈ കൂനനുറുമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കാട്ടാക്കടയെ ഓർത്ത്. പനയുടെ മുകളിൽ ഒരല്പം കള്ളിൽ കൂനനുറുമ്പിര തേടൽ കാണാമെന്ന് പറഞ്ഞ പോലെ ഈ പുള്ളിയെ കളിയാക്കിയതല്ലോ കേട്ടോ. ഈ ഉറുമ്പുകളൊക്കെ മനുഷ്യരെ പോലെയൊക്കെ തന്നെയാണ്. അവർക്കൊക്കെ എന്നതേലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേന് രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കിടന്ന് ഉറങ്ങണമെന്നൊക്കെ തോന്നുന്നു. മനുഷ്യർ ചെയ്യുന്ന പോലൊക്കെ തന്നെ. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനും ഇതാകുമ്പോൾ ഓസി കിട്ടുകയും ചെയ്യും. ഞാൻ പിന്നൊന്നും പറയാൻ പോകില്ല. ഉറുമ്പല്ലേ, നമ്മളെന്നാ പറയാനെന്ന് വിചാരിച്ചാൽ നമ്മളൊന്നും പറയാൻ പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഉറുമ്പുകളൊക്കെ കണ്ടില്ലേ, മകളായിട്ട് കയറുന്നു, ആവശ്യത്തിനടിക്കുന്നു,
ഇറങ്ങി പോകുന്നു. ഇതാണ് ഈ കൊല കേട്ടോ. ഇത് 2 ക്യാമറ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വന്നു എന്നുള്ള ഇത് മേളിലുള്ള കളികളെല്ലാം ഈ പനകയില സ്റ്റിക്ക് കെട്ടി വെച്ചിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അപ്പം അതിൻ്റേതായ ഒരു ഇതൊക്കെ വീഡിയോയ്ക്കൊക്കെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കലാപരിപാടികൾ. ഇനിയിപ്പം നമ്മൾ ആ കുടം പഴയ പോലെ തന്നെ അങ്ങ് തൂക്കി. ഇപ്പം എല്ലാം ഞങ്ങളെല്ലാം ഈ പ്ലാസ്റ്റിക് കുടങ്ങളാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പഴയ എൻ്റെ ഒരു വീഡിയോയിൽ പിന്നെ ഈ കലം കെട്ടുന്ന കലമായിരുന്നു അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കുടമാണ് കൂടുതലും. സൗകര്യങ്ങളും മറ്റേതൊക്കെ നഷ്ടപ്പെട്ടു പോകാനും കിഴിഞ്ഞു പോകാനും ഒക്കെയുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് കുടങ്ങൾ കിട്ടിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഇടപാടുകളൊക്കെ. അപ്പോൾ അതിൻ്റെ കള്ളെടുത്തു ചെത്തി വീണ്ടും കുടം നോക്കി ഇതുപോലെ ആട്ടമാണ്. ഈ എല്ലാ ഈ ചെമ്പ്രാണിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കലപ്പോളെന്നൊക്കെ പറയും. സംഭവം വെച്ച് അങ്ങ് മുറുക്കിക്കഴിഞ്ഞാൽ പഴയ പോലായി. ഇനി പിന്നെ വേറെ പണികളൊന്നുമില്ല. വൈകുന്നേരം ചെത്തുക എന്നുള്ളത് മാത്രമാണ് ഈ കൊലയെ സംബന്ധിച്ചുള്ള പണി. പിന്നെ ഇപ്പോൾ ഈ കള്ളെടുത്ത് നമുക്ക് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ കള്ളിലൂടെ ഒഴിച്ച് ഒരുമിച്ചിറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് നീങ്ങാം. ഒരു ചെറിയ ഗ്യാപ്പ് അതിന് ശേഷം അപ്പുറത്തേയും കൂടെ നമുക്ക് ചെത്താം. ഇതാണ് കേട്ടോ ഇതിൻ്റെ മൂത്ത കൊല എന്ന് പറയുന്നത്. ഈ കൊല ഇതിൻ്റെ കള്ളും കൂടി എടുത്തതിന് ശേഷം വേണം നമുക്ക് താവോട്ട് കള്ള് ഇറക്കാനായിട്ട്. അപ്പോൾ ഇത് ഇപ്പോൾ എടുക്കാം. അപ്പോൾ ഈ കൊല്ലയുടെ കള്ളുകൂടി ഇപ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ട് അതുകൂടി ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് ഈ കുടമാണ് ഇറക്കേണ്ടത്. അപ്പം അതിനുള്ള പരിപാടി. അപ്പോൾ സുഹൃത്തുക്കളെ ഇത് ചെത്തിയിട്ട് കുടവും കൂടെ തൂക്കിയതിന് ശേഷം നമുക്ക് ഈ കള്ള് ഇറക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ ഇതിൻ്റെ 2 കൊലയും ചെത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കള്ള് താഴേക്ക് ഇറക്കി വിടുക, നമ്മളും കൂടി ഇറങ്ങാമെന്നൊക്കെ ഉള്ളൂ. ഇതുപോലൊരു സാധനമുണ്ട് ഇനിയും ഈ ഭൂലോകത്തിൽ, ഉണ്ടാവാൻ ഒരു തരമില്ല, കള്ളിനും മുകളുമില്ല, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ച പേരു ദോഷം, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ച പേരു ദോഷം. അപ്പോൾ സുഹൃത്തുക്കളെ ഈ കൂട്ടത്തിനെയും കൂടി ഇനി താഴേക്ക് ഇറക്കി
നമുക്ക് വിട്ടിട്ട് അപ്പോൾ ചെത്തിയിട്ടുണ്ട്. ചെത്ത് കഴിഞ്ഞ് ഇനിയിപ്പം ഇങ്ങനെയാണ് കേട്ടോ കള്ള് വീഴുന്നത്. ഇങ്ങനെ ഓരോ തുള്ളിയായി അതാ കാണുന്ന ഓരോ കതിർപ്പുകളാണ്. അതിൽ നിന്നാണ് ഇങ്ങനെ നമ്മൾ പണിതെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ അത് കഴിഞ്ഞ് പുറം തൂക്കി കഴിയുമ്പോൾ ഇതുപോലെ ഓരോ തുള്ളിയായിട്ടാണ് കള്ള് വീഴുന്നത്. അപ്പോൾ എന്നാൽ ശരി സുഹൃത്തുക്കളെ, ഇനിയിപ്പം താഴോട്ടിറങ്ങി 2-3 എണ്ണോടെ ചെത്താനുണ്ട്. ഓക്കെ എന്നാൽ. ഇതാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ മേളിൽ നിന്നുകൊണ്ട് താഴോട്ടുള്ള കാഴ്ച. അതുകൊണ്ട് ആ കയറിൻ്റെ അറ്റത്ത് നമ്മൾ ഇറക്കി വിട്ട കുടം കാണാമെന്ന് എനിക്കറിയത്തില്ല. കാണാൻ പോകുന്നു കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ്. ഇതൊരു 10-60-70 അടി ഉയരമുള്ള മനയാണ്. ഇതാ ഞങ്ങൾ ഈ ചെത്തുകാരുടെ ഒരു അതായത് സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ലെവലിലാണ് കാഴ്ചകളൊക്കെ. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മേളിലോട്ട് കൂടെ കാഴ്ച കാണും. പക്ഷെ ഞങ്ങളുടെ ഒരു വ്യത്യാസമല്ലേ, ഉയർത്തി കയറുന്ന എല്ലാവരുടെയും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ മേളിൽ നിന്ന് താഴേക്കാണ് കാണുന്നത്. അതായത് എന്താ നമ്മൾ പറയുന്നത്, ഈ പക്ഷികളൊക്കെ കാണത്തില്ല, അതിനെ പറയുന്നത് വിഹക വീക്ഷണം, ഈ ബേഡ്സ് വ്യൂ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. അതൊരു കണക്കിന് നല്ലത് തന്നെ. എല്ലാവരും ഈ പറയത്തില്ലേ, മുടി മുതൽ അടി വരെ ആണ് ഞങ്ങൾ കാണുന്നത്. സാധാരണ അടി മുതൽ മുടി വരെ എന്ന് പറയത്തില്ലേ, മണ്ടയും താഴോട്ടല്ലേ കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞു കേട്ടോ, വെറുതെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ എന്നാൽ. ഇതാണ് കേട്ടോ ഇതിലൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന ഏണിയൊക്കെ. പണ്ടൊക്കെ മുളയേണിയൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങോട്ട് പറമ്പിൽ പോയിട്ട് നാട്ടിൽ കാണാനില്ല. ഇത് നല്ല സൗകര്യമാണ് കേട്ടോ. GI പൈപ്പിൽ നമ്മുടെ ആംഗ്ലൈൻ വെച്ച് വെള്ളിയത് നല്ല സ്ട്രോങ് ആണ് സംഭവം. മഴയാണേലും വെയിലാണേലും പേടിക്കാതെയൊക്കെ കയറാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇറക്കിയ കുടം കേട്ടോ, കള്ള് കിടക്കുന്നത്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് അഴിച്ച് വണ്ടി വരുന്നിടത്ത്, അതായത് ബാക്കിയുള്ളതും കൂടെ ചെത്തിയിട്ട് റോഡിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ വന്ന് അവർ അതിൻ്റെ ഞാനൊരു ചെറിയ അവസാന ഭാഗത്തൊരു ചെറിയ ക്ലിപ്പ് എടുക്കാം. അപ്പോൾ അവിടോട്ട് നമ്മളൊന്ന് ചുമന്ന് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അളന്ന് അവർ കൊണ്ടുപോകും. വണ്ടി ഷാപ്പിൽ നിന്ന് ആൾക്കാർ വന്നിട്ട്. അപ്പോൾ ഷാപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വനറാണി ടോഡി ഷോപ്പിലാണ് എത്തുന്നത് കേട്ടോ, കോരുത്തോട്. നമ്മുടെ മുണ്ടക്കയം കണമല വഴി പോകുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള കേട്ടോ. പിന്നെ യൂട്യൂബിലൊക്കെ വനറാണി ടോഡി ബാറിനൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. നമ്മൾ രശ്മി നായർ അടക്കം കുറേ ആൾക്കാർ വന്ന് വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു ഷാപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കെന്നാൽ ഇതഴിച്ച് അങ്ങോട്ട് വഴിയിലോട്ട് എത്തിക്കാനുള്ള പരിപാടികൾ ചെയ്യാം. ശരി. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളെടുത്തുകൊണ്ട് പോയിട്ട് 2 അവിടെ ചെത്താനുണ്ട്. അതിനുശേഷം അവിടെ വഴി റോഡുണ്ട്, റോഡിലാണ് വണ്ടി വരും കള്ളളക്കാനായിട്ടുള്ളത്. അപ്പോഴത്തേനും അത് അളക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ ഞാൻ ഇതിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് നീങ്ങട്ടെ.
അമ്മായി തന്നെയുള്ളൂ നിങ്ങൾ അങ്ങനെ പറ്റി ഈ നാട്ടിലുള്ളവർക്കൊന്നും കള്ളളക്കാനും ഒന്നും വരാൻ നേരമില്ല. ഇതിൻ്റെ അകത്താണ് ഞാനൊരു കള്ള് കുറഞ്ഞു. സുഹൃത്തുക്കളെ, ഇത്രയൊക്കെയാണ് ഒരു ചെത്തിനെ സംബന്ധിച്ചും കള്ളെടുക്കുന്നതൊക്കെ കാണണമെന്നും പനയെ കയറുന്ന കാണണമെന്നൊക്കെയുള്ള സുഹൃത്തുക്കളുടെ താല്പര്യപ്രകാരം എടുത്ത ഒരു വീഡിയോയിൽ കാണിക്കുവാനായിട്ടൊക്കെ ഉള്ളത്. ഇനി എനിക്ക് 2-3 കൂടെ ചെത്താനുണ്ട്. അപ്പം ഞാൻ പതിയെ അങ്ങോട്ട് നീങ്ങിയാണ്. ഈ നിങ്ങൾക്ക് ഇങ്ങനെ ചെത്തുന്ന ആൾക്കാരെയോ അങ്ങനെയൊക്കെയുള്ള പരിചയങ്ങളുണ്ടെങ്കിലോ അത് നമ്മുടെ പറമ്പിലോ പരിസര പ്രദേശങ്ങളിലോ ഒക്കെ ഈ പന എത്തുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ചെയ്യണമെന്നും ഈ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. ശരി, അപ്പം ഇതുപോലെ നാട്ടിലെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതും വരെ ബൈ.